കോൺഗ്രസും ബി.ജെ.പിയും ചേർന്ന സിപിഎമ്മിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാക്കാൻ അങ്ങനെ സാധിക്കില്ലെന്നും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചർ. ഞാനില്ലെങ്കിലും എന്റെ സംഘടന നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച കൃഷ്ണപിള്ളയുടെ പാർട്ടിയാണിതെന്നും ടീച്ചർ ഓർമ്മിപ്പിച്ചു. പി കൃഷ്ണപിള്ള ദിനാചരണത്തോടനുബന്ധിച്ച സിപിഐഎം മീനങ്ങാടി വർഗീസ് വൈദ്യൻ സ്മാരക ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ ശിലാസ്ഥാപനവും ശൈലജ ടീച്ചർ നിർവഹിച്ചു. 10 വർഷങ്ങൾ കൊണ്ട് LDF ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ UDF ശ്രമങ്ങൾ തുടങ്ങിയെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കെ ശൈലജ ടീച്ചർ പറഞ്ഞു. പി കൃഷ്ണപിള്ള ദിനാചരണത്തിന്റെ ഭാഗമായി വയനാട് മീനങ്ങാടിയിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസായ വർഗീസ് വൈദ്യർ സ്മാരക മന്ദിരത്തിന് കെ ശൈലജ ടീച്ചർ ശിലാസ്ഥാപനം നടത്തി. ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സഖാക്കൾ ജനങ്ങൾക്കിടയിൽ ഉണ്ടാവണമെന്നും വലതുപക്ഷ ശക്തികൾ ഒറ്റക്കെട്ടായി ഇടതുപക്ഷത്തെ തകർത്ത് കളയാമെന്ന വ്യാമോഹത്തിലാണെന്നും ഇടതുപക്ഷത്തെ തകർക്കാനാവില്ലെന്നും ശൈലജ ടീച്ചർ പറഞ്ഞു. ജാതി മതത്തിന് അതീതമായിട്ടുള്ള ഭിന്നിപ്പിനെതിരായി മനുഷ്യരാക്കാൻ പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രവർത്തകനായി ഒരു കുടിലിൽ ഒളിവിൽ കഴിയുമ്പോൾ രാത്രി ഒരു വിഷപ്പാമ്പ് അദ്ദേഹത്തെ കടിക്കുകയുണ്ടായി. ഇന്നത്തെ പോലെ മൊബൈൽ ഫോണൊന്നുമില്ല. കടിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഒരു കടലാസ് എടുത്തിട്ട് കൃഷ്ണപിള്ള അതിൽ കുറിച്ചു, എന്നെ പാമ്പ് കടിച്ചിരിക്കുന്നു, എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതായി തോന്നുന്നു, ഞാനിനി അധികകാലം നിൽക്കുമെന്ന് തോന്നുന്നില്ല, സഖാക്കളെ മുന്നോട്ട് എന്നാണ് അതിൽ കുറിച്ച് വെച്ചത്. ധീരനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വളരെ ആവേശകരമായിട്ടുള്ള വാചകം, ഞാൻ പോയാലും സഖാക്കളെ ഈ പാർട്ടി നിലനിൽക്കും, മുന്നോട്ട് പോകണം, നമ്മുടെ ലക്ഷ്യം നിറവേറണം എന്ന് കുറിച്ചു വെച്ചിട്ടാണ് പി കൃഷ്ണപിള്ള അന്ത്യയാത്രയായത്. ഞാനില്ലെങ്കിലും എന്റെ സംഘടന നിലനിൽക്കുമെന്ന് പ്രഖ്യാപിച്ച പി കൃഷ്ണപിള്ളയുടെ പാർട്ടിയാണിതെന്നും കെ ശൈലജ ടീച്ചർ പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി കെ റഫീഖ്, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൈരളി ന്യൂസ്.